നവകേരള യാത്രയ്ക്കിടയിൽ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ നടപടി. ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകി. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഡിസംബർ 15-ന് അമ്പലപ്പുഴയിലേക്ക് നവകേരള ബസ് കടന്നുപോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ S സന്ദീപും കണ്ടാലറിയാവുന്ന 3 ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ മർദ്ദിച്ചത്. മർദ്ദനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് പരാതിക്കാർ കോടതിയെ സമീപിച്ചു. ആലപ്പുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തത്. കേസിൽ ഗൺമാൻ അനിൽകുമാർ 1-ാം പ്രതിയും സന്ദീപ് 2-ാം പ്രതിയുമാണ്. ആലപ്പുഴയിലെ മർദ്ദനത്തെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ കൂടുതൽ ശക്തമായത്. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവും ലഭിച്ചേക്കാം. അമൃത ന്യൂസ്, ആലപ്പുഴ.